എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദിവസമാണ്. ഡിസംബർ 7-ാം തീയതി. എന്തൊരു ബ്ലെസ്സഡ് ഡേ ആണ്. അന്ന് അനാലങ്കൃതമായിട്ടാണ് അമ്മയെ കണ്ടത്. ആ ഒരു ദിവസം പ്രത്യേകിച്ച് ആരാധന മധ്യേ സംഭവിച്ച മഹാ അത്ഭുതമാണ്. പക്ഷേ അത് പ്രൊമോഗേറ്റ് ജനങ്ങളിലേക്ക് ആ ദൈവിക സന്ദേശം കൈമാറിയപ്പോഴാണ് പെട്ടെന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ തുടങ്ങിയതും ലോകത്തിൽ തന്നെ ആൾക്കാരെ, ലക്ഷക്കണക്കിന് മനുഷ്യർ പുതിയ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നത് ഭയങ്കര മഹാസംഭവം നടന്ന ദിവസമാണ് ഡിസംബർ 7. നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ എത്രയും വേഗം അതിനെക്കുറിച്ച് പഠിക്കാനുള്ള തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്ന് പ്രത്യക്ഷ ദിവസമാണ്. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം അതീവ വിശ്വാസത്തോടെ നിങ്ങളുടെ ഏറ്റവും മോശം സിറ്റുവേഷനെ മാതാവിനെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ ഞാൻ പറയണത് 3-4 ആധാരങ്ങളുണ്ട്. കൃപാസന പ്രാർത്ഥനയ്ക്ക് 3-4 ആധാരങ്ങൾ. അതിൽ ഒരു ആധാരം എന്ന് പറയുന്നത് കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്ന 38 വർഷത്തെ പൗരോഹിത്യം. അതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസമാണുള്ളത്. ഞാൻ മിക്കവാറും തന്നെ കർത്താവ് തന്ന ഈ ഉടുപ്പ് അങ്ങനെ മാറ്റാറില്ല. ചില സമയത്ത് സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കാൻ പോയ സമയത്ത് കുറച്ച് വ്യത്യാസം വന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പരമാവധി എപ്പോഴും സർവീസ് ടൈമാണ്. അല്ലാതെ എല്ലാ സമയവും ജനങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവും. അവിടെ എപ്പോഴും സർവീസ് ടൈമാണ്, ശുശ്രൂഷ സമയമാണ്.
അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ സഭാവസ്തുത തന്നെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഒന്നാമത് എനിക്ക് പൗരോഹിത്യത്തോടുള്ള ഇഷ്ടമാണ്. കാര്യം പൗരോഹിത്യം, ഞാൻ 4 വയസ്സിലാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൻ്റെ കൂടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൻ്റെ ഈ കയ്യിൽ കൊച്ചു ചെറുവിരൽ കൊണ്ട് അപ്പനിങ്ങനെ അമ്മ ഭക്ഷണം പാകം ചെയ്യണ ആ സമയത്ത് വീട്ടിൻ്റെ അരികിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ബഹളമുണ്ടാകും. അന്നാണ് ഞാൻ ഇരുട്ടത്ത് കർത്താവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് 4 വയസ്സേ ഉള്ളൂ. അത് കർത്താവാണെന്ന് എനിക്ക് മനസ്സിലായത് അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ ഈ രൂപം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അപ്പനോട് പറയാം, അപ്പം അതേ ഈശോ ഈശോ എന്ന് പറയും. അപ്പനത് ശ്രദ്ധിച്ചില്ല. അപ്പോഴേ അന്ന് മുതലാണ് ഈ വളരുമ്പോൾ അതിൻ്റെ ഒപ്പമാണ് ക്രിസ്തു ഈശോയുടെ ബന്ധം വളരുന്നത്. ഒരു വിശ്വാസിയായിരിക്കും വെച്ചിട്ട് സൂപ്പർ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇഹത്തിലും പരത്തിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഈ പൗരോഹിത്യത്തിന് 38ാമത്തെ വർഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 39 വർഷമായി ഞാൻ അച്ഛനായിട്ട്. പക്ഷെ എന്തോ എപ്പോഴും മനസ്സ് 38 എന്നാണ് വരണത്. അതെന്താ വെച്ചാൽ ആക്റ്റീവ് ശുശ്രൂഷയിലേക്ക് കടന്ന കാലമായിരിക്കും. എന്താ ഞാൻ അറിയത്തില്ല. 38 എന്നാണ് എപ്പോഴും മനസ്സിൽ വരണത്. അപ്പോൾ അതിനുശേഷം പിന്നെ പറയണത് കൃപാസ്ഥാനത്താറെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഭയങ്കരമായ ഒരു വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിലെ മുഴുവനും അത്ഭുതങ്ങൾ എവിടെ നടക്കുന്നത്? പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ നടക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ അറിയപ്പെടുകയും ദൈവത്തിൻ്റെ സന്ദേശം ആഗോളവ്യാപകമായി കൈമാറുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അത് നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അമ്മേ ദൈവമേ അത് ലോകവ്യാപകമായ രീതിയിൽ പ്രചരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കൃപാസ്ഥാനത്താറെ പ്രത്യക്ഷപ്പെട്ടത് ഒരു ആരാധനാ സമയമായിരുന്നു. ആരാധന സമയത്ത് ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടുന്നത് അൾത്താരെ പ്രത്യക്ഷപ്പെടുന്ന അപൂർവമായ ഒരു പ്രത്യക്ഷീകരണമാണത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രത്യക്ഷീകരണം അനേകം മക്കളിലേക്ക് ഇന്ന് വിശ്വാസമായിട്ടും പ്രത്യാശയായിട്ടും ദൈവസ്നേഹമായിട്ടും അടയാളമായിട്ടും ജീവിതത്തിൻ്റെ വിടുതലായിട്ടും പതിനായിരക്കണക്കിന് മനുഷ്യരെ അതിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അത് തുടരുവാനും എൻ്റെ കാലത്തിന് ശേഷവും ദൈവത്തിൻ്റെ ആ പദ്ധതി തുടരുമെന്നുള്ള ബോധം എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരുവാനും ദൈവികമായ തിരുമനസ് നിറവേറുവാനും സഭയെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെല്ലാം പ്രത്യക്ഷീകരണത്തെ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം പ്രത്യക്ഷീകരണം വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി എന്ന ജീവിതമാർഗത്തിലേക്ക് ജീവിത രീതികളിലേക്ക് കടന്നുവോ, ആ ജീവിത മാർഗത്തിലൂടെ അവരെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശുദ്ധി, അവരുടെ വിശ്വാസം, അവരുടെ സുവിശേഷ സാക്ഷീകരണം, അവരുടെ സുവിശേഷ കൈമാറ്റം എല്ലാത്തിലൂടെയും കർത്താവെ അങ്ങയുടെ ദൈവികമായ തിരുമനസ് നിറവേറാൻ ഇടയാക്കണമേ. കർത്താവെ, പ്രത്യക്ഷീകരണം അനേകം മക്കളെ മനസ്സിടിഞ്ഞുപോയ, ഹൃദയം നുറുങ്ങിപ്പോയ, ശരീരം തളർന്നുപോയ, കുടുംബം ഇരുട്ടിലായി പോയ, ആഭിചാരം പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചങ്ങലകളെ യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പൊട്ടിമാറട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളെ ശക്തി പ്രാപിക്കട്ടെ. അമ്മയിൽ ആവശ്യിച്ച അതേ പരിശുദ്ധാത്മാവ് നിങ്ങളിലും നിറഞ്ഞുകൊണ്ട് ചിറകിട്ടടിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യവും അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ആത്മധൈര്യത്തെ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവൻ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ മേലും വന്നിറങ്ങുകയും ദൈവം നിങ്ങൾക്ക് എന്നും അനുഗ്രഹമായി മാറുകയും ചെയ്യട്ടെ. മക്കളെ, നമ്മൾ ഇന്ന് അമ്മയുടെ ചിറകുകളെക്കുറിച്ച് ഞാനൊരിക്കലേ 2016 തോന്നുന്നു ഈ ഉടമ്പടി തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ വേറൊരു പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. സെൻറ്റ് ജോസഫ് ചർച്ച് കലവൂർ തന്നെയാണ്. പെട്ടെന്ന്
രാത്രി ഒരു സ്വപ്നം കണ്ടു. പരിശുദ്ധ അമ്മ 2 ചിറകുകളോടുകൂടി പറന്ന് അൾത്താരെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാനപ്പോൾ തന്നെ നമ്മുടെ മീഡിയയിൽ സെക്രട്ടറി ജോമോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ വെളിപാടിൻ്റെ പുസ്തകം എടുത്തിട്ട് എന്നോട് പറഞ്ഞ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ടൈം ഷോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരു ദുരിതത്തിൽപ്പെടുന്ന സഭ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ അത് സഭയെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ദുരിതത്തിൽപ്പെടുന്ന ഒരു സഭയ്ക്ക് ചിറകുകൾ നൽകുന്നതാണ്, മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് 12:14. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാലേ, ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയിൽ ഈ വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന വിഷയത്തിൽ ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയല്ലേ സഭയുടെ ഔദ്യോഗികമായ ഒരു വ്യാഖ്യാന പുസ്തകമായിട്ട് റെഫറൻസ് ഉള്ളത്. അവിടെ പക്ഷേ സഭയെന്നല്ല, സഭയെന്ന് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെന്ന് പറയുന്നത്. അപ്പം ജെറൂം ബിബ്ലിക്കൽ കമൻട്രിയിൽ ഈ ചിറക് ധരിച്ച ആള് പരിശുദ്ധ അമ്മയായിട്ടാണ്. അമ്മയും അതുപോലെ സഭയെക്കുറിച്ചും ജെറൂം കമൻട്രി പറയുന്നുണ്ട്. രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സമയത്തിൻ്റെ ഒരു കൃപാസനത്തിൽ സമയഘടികാരം നിലനിർത്തി അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ സമയത്തിൻ്റെ അധികാരി, സഞ്ചാരി മാതാവ് എന്നൊക്കെ. മാതാവ് സഞ്ചാരി മാതാവാണ്, ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെടുന്ന അമ്മയാണ്. സഭയ്ക്ക് വരുന്ന ഓരോ വിഷമങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും. അത് ചിറകുപോലെ തന്നെ ധരിച്ച് പറന്നിറങ്ങണ കാണാം. ഫാത്തിമയിലായാലും ലൂർദിലായാലും എവിടെയായാലും വേളാങ്കണ്ണിയിലായാലും കൃപാസനത്തിലായാലും അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ അവിടെ ഭയങ്കരമായ ഒരു ദൈവിക പദ്ധതിയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടിയാണ് അമ്മ പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയും.